ഇന്ത്യയുടെ സ്വർഗഭൂമിയിൽ നിരാലംബരായ നിരപരാധികളായ 26 പേർ കൊല ചെയ്യപ്പെട്ടു. തീവ്രവാദികൾ നിമിഷ നേരം കൊണ്ട് തോക്കിൻ മുനയിൽ നിർത്തി കൊന്നൊടുക്കിയ 26 മനുഷ്യജീവനുകളെ ഓർത്ത് ഇന്ത്യ ഒട്ടാകെ വിലപിക്കുകയാണ്. കണ്ണീർ ഇനിയും തോർന്നിട്ടില്ല. തണുത്ത മണ്ണിൽ വീണ രക്തത്തിന്റെ ചൂരും മാറിയിട്ടില്ല. ഈ സമയം ഒരു ഒറ്റ ചോദ്യമാണ് ബാക്കിയാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ. പഹൽഗാമിലെ ദുരന്തം അറിഞ്ഞ നിമിഷം സൗദി സന്ദർശനം റദ്ദാക്കി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. നരേന്ദ്രമോദി പക്ഷേ പോയത് എവിടേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. തീവ്രവാദികൾ അഴിഞ്ഞാടിയ കാശ്മീരിൽ അദ്ദേഹം എത്തിയിട്ടില്ല, ശ്രീനഗറിൽ എത്തിയിട്ടില്ല. പിന്നെ എവിടെയാണ് നരേന്ദ്രമോദി? ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ സമയം നരേന്ദ്രമോദി ബീഹാറിലാണ്. ബീഹാറും പഹൽഗാമും തമ്മിൽ എന്തു ബന്ധം? ഇന്ത്യയിൽ നടന്ന ഇത്രയും വലിയ ഒരു തീവ്രവാദ ആക്രമണത്തെ പറ്റി, ഇന്ത്യൻ ഭരണകൂടത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വന്ന വീഴ്ചയെ പറ്റി ഒരക്ഷരം മിണ്ടാതിരുന്ന മോദി തിരിച്ചടിച്ചു. പക്ഷെ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ബീഹാറിൽ വെച്ചാണ്. എന്തുകൊണ്ട്? ഇന്ത്യയിലെ ജനങ്ങൾ പൊട്ടന്മാരല്ല മോദിജി. ബീഹാറിലാണ് ഇനി തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത്. പഹൽഗാമിൽ നടന്ന കൂട്ടക്കുരുതിയെ വർഗീയ നിറം ചാർത്തി ബീഹാർ മണ്ണിൽ നിന്ന് പ്രസംഗിച്ച് നരേന്ദ്രമോദി കത്തിക്കയറുമ്പോൾ ബീഹാറിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തത് ഇന്ത്യയിൽ തീവ്രവാദം വളരുന്നു എന്നും അതിനെ ഇല്ലായ്മ ചെയ്യാൻ വീണ്ടും BJP സർക്കാർ അധികാരത്തിൽ വരണമെന്നുമുള്ള വിത്തുകളാണ്. പക്ഷെ ആ വിത്തുകളിൽ പൊതിഞ്ഞിരുന്ന ചോരക്കറ പാവപ്പെട്ട ഇന്ത്യയിലെ ഒന്നും അറിയാത്ത 26 മനുഷ്യരുടേതാണ്. ഇന്ത്യൻ മണ്ണ് വിറങ്ങലിച്ചു നിന്ന ഒരു കൂട്ടക്കുരുതിയെ പോലും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ച BJP നേതൃത്വത്തിനോട് ഇന്ത്യൻ ജനതയ്ക്ക് പരമ പുച്ഛമാണുള്ളത്. കൊല്ലപ്പെട്ട മലയാളിയായ രാമചന്ദ്രന്റെ മകൾ ആരതിക്കെതിരെ നടന്ന ശക്തമായ സൈബർ ആക്രമണം തന്നെ സഹായിച്ച കാശ്മീരിലെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട 2 പേരെ സ്വന്തം സഹോദരങ്ങളെന്ന് വിശേഷിപ്പിച്ചതായിരുന്നു. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറുന്ന തീവ്രവാദികൾക്ക് ഹിന്ദുവെന്നും മുസൽമാൻ എന്നും ഒന്നുമില്ല. അവർക്ക് ഭാരതീയൻ എന്നൊരൊറ്റ വിദ്വേഷം മാത്രമാണുള്ളത്. അതല്ലെങ്കിൽ ഒരു മുസ്ലിം അവരുടെ വെടിവെപ്പിൽ കൊല ചെയ്യപ്പെടില്ലായിരുന്നു. പിന്നെങ്ങനെയാണ് ഇപ്പോൾ മാത്രം ഈ തീവ്രവാദികൾക്ക് മുസ്ലിങ്ങളോട് കടുത്ത സ്നേഹവും കലിമ ചൊല്ലാൻ അറിയാത്ത ഹിന്ദുക്കളോട് കടുത്ത വിരോധവും ഉണ്ടായത്? പണ്ട് പുൽവാമ എങ്ങനെ രാഷ്ട്രീയ ആയുധമായി BJP ഉപയോഗിച്ചോ അതുപോലെ പഹൽഗാമും രാഷ്ട്രീയ ആയുധമായി മാറുകയാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നരേന്ദ്രമോദി തൊട്ടടുത്ത നിമിഷം ബീഹാറിൽ തിരഞ്ഞെടുപ്പ് റാലിയിലേക്ക് പോയത്? ആ സ്ഥലം തന്നെ എന്തിനാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വേദന പങ്കുവെക്കാൻ തിരഞ്ഞെടുത്തത്? പഹൽഗാം തീവ്രവാദി ആക്രമണത്തോടനുബന്ധിച്ച് ഇന്നലെ ഡൽഹിയിൽ പല ചർച്ചകളും നടന്നിരുന്നു. ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം വരെ ഡൽഹിയിൽ നടന്നു. എന്നിട്ടും ഡൽഹിയിൽ പോലും എത്താതെ നരേന്ദ്രമോദി ബീഹാറിൽ തമ്പടിച്ചതിന്റെ പ്രധാന കാരണം രാഷ്ട്രീയ ആയുധമാക്കി വിനിയോഗിക്കാനുള്ള പഹൽഗാമിനെ മാറ്റിയെടുക്കാനുള്ള കൃത്യസമയം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ്. നിലവിലെ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്ന ബീഹാറിൽ പഹൽഗാം വിഷയം വോട്ട് ബാങ്ക് ആക്കി മാറ്റുക തന്നെയായിരുന്നു മോദിയുടെ ലക്ഷ്യം. കേരളത്തിലെ BJP അധ്യക്ഷനായി മോദി അവരോഹണം ചെയ്ത രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതും അത് നമ്മൾ കണ്ടതുമാണ് എന്ന് തുറന്നു സമ്മതിച്ചതാണ്. BJP നേതൃത്വം തന്നെ സുരക്ഷയെ പറ്റി തുറന്നു സമ്മതിക്കുന്നുണ്ട്. അമിത്ഷാ പോലും തന്റെ പോസ്റ്റിലൂടെ ഭീകരാക്രമണത്തിൽ വീഴ്ച പറ്റി എന്നുള്ള കാര്യം തുറന്നു സമ്മതിച്ചു. എന്നിട്ടും ഇതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടാതെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പോയി രാഷ്ട്രീയം കളിക്കാൻ നാണമില്ലേ എന്ന് മാത്രമാണ് മോദിയോട് ഇന്ത്യൻ ജനതയ്ക്ക് ഒന്നടങ്കം ചോദിക്കാനുള്ളത്.